മക്കളെ, ഇന്ന് നമ്മൾ എക്സാമൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്ലാസ് തുടങ്ങാൻ പോവുകയാണ്. മൂന്നാമത്തെ യൂണിറ്റാണ്. നിങ്ങളുടെ മൂന്നാമത്തെ യൂണിറ്റ് മുതലാണ് ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. മൂന്നാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് റിഞ്ചിം റിഞ്ചിം. എന്താണ്? റിഞ്ചിം റിഞ്ചിം എന്നാണ് നിങ്ങളുടെ മൂന്നാമത്തെ യൂണിറ്റിൻ്റെ പേര്. ഇതിൽ ആദ്യം തന്നെ വളരെ മനോഹരമായ ഒരു കഥയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പേടുക്കാ ജാദു. പേടുക്കാ ജാദു വിനോദ് കുമാർ ശുക്ല എഴുതിയിട്ടുള്ള പേടുക്കാ ജാദു ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൽ തന്നിരിക്കുന്ന പിക്ചറൊക്കെ ഒന്ന് നോക്കാം. ആദ്യം തന്നെ എന്താണ്, ഇവിടെ ഒരു മരം ഉണ്ട് അല്ലേ? മരത്തിന് മുകളിൽ എന്തൊക്കെയാണുള്ളത്? ബന്ദർ ഉണ്ട്. ബന്ദർ പറഞ്ഞാൽ എന്താണ്? മങ്കി അല്ലേ? ബന്ദർ. ബാന്നെഴുതാ, ബം, പിന്നെ അങ്ങനത്തെ ദാ, പിന്നെ ര. ബന്ദർ. എന്താണ്? ബന്ദർ. ഇത് പേടാണ് അല്ലേ? പേട്. പിന്നെ ഇതൊക്കെ എന്താ? മരച്ചില്ലയാണ്. മരച്ചില്ലയ്ക്ക് എന്താ പറയാ? ഡാലി അല്ലേ? ഞങ്ങൾ പഠിച്ചില്ലേ? ഉസ് ഡാലി സേ, ഇസ് ഡാലി സേ, ഉസ് ഡാലി പർ. ചിടിയൻ്റെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ ഡാലിയാണിത്, ഡാലി. പിന്നെ എന്താണ്? ചിടിയ. ഇതെന്താണ്? ചിടിയാണത് അല്ലേ? ചിടിയ. അത് കഴിഞ്ഞിട്ട് ഒരു പിക്ചറും കൂടെ നമ്മൾ കാണുന്നുണ്ട്. ഒരണ്ണാരക്കണ്ണൻ്റെ ചിത്രം അല്ലേ? ഒരണ്ണാൻ്റെ ചിത്രം കാണുന്നുണ്ട്. അണ്ണാൻ എന്താണ് പറയുക? എന്താണ് പറയുന്നത്? ഗിൽഹരി. എന്താണ് പറയുക? ഗിൽഹരിയാണ് ഇരിക്കുന്നത്. കണ്ടാ? ഗിൽഹരി. ഇതെന്താണ്? ഇത് ഗിൽഹരിയാണ്. ഗിൽഹരി. എന്താണ്? ഗിൽഹരി. ഇങ്ങനത്തെ ഗായി ഗാന്ന് എഴുതുക, പിന്നെ ലാന്ന് എഴുതുക, പിന്നെ ഹാന്ന് എഴുതുക. ഗിൽഹരി പറഞ്ഞാൽ എന്താണ്? അണ്ണാൻ. ഗിൽഹരി എന്താണ്? അണ്ണാനാണ് ഗിൽഹരി. അപ്പം നമുക്ക് പാഠത്തിലേക്ക് പോകാം. റിഞ്ചിം റിഞ്ചിം എന്നാണ് നിങ്ങളുടെ യൂണിറ്റിൻ്റെ പേര്. നമുക്ക് പഠിക്കാനുള്ള കഥയുടെ പേരെന്താണ്? പേടുക്കാ ജാദു. പേടുക്കാ ജാദു. പേടുക്കാ ജാദു. മരത്തിൻ്റെ മായാജാലം, മരത്തിൻ്റെ മാജിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. വിനോദ് കുമാർ ശുക്ലാണ് ഈ പേടുക്കാ ജാദു എഴുതിയിരിക്കുന്നത്. ആരാണ്? വിനോദ് കുമാർ. ബുവാക്കെ ഗർമേ പേടുത. ബുവ പറഞ്ഞാൽ അമ്മായിയാണ്. അമ്മായി, ആൻറ്റി. ബുവ അമ്മായി. ബുവാക്കെ ഗർ മേം. ഗർ വീട്. ഗർ എന്താണ്? വീട്. പേട് മരം. ബുവാക്കെ ഗർമേം പേട് ധാ. ബുവയുടെ വീട്ടിൽ മരമുണ്ടായിരുന്നു. ബുവാക്കെ ഗർമേം പേട് ധാ. ബുവയുടെ വീട്ടിൽ മരമുണ്ടായിരുന്നു. പേട് പർ മരത്തിൽ. മരത്തിന് മുകളിൽ. ഗിൽഹരി ദേഖ് കർ മേംനെ കഹ. ഗിൽഹരി നമ്മളിപ്പോൾ നേരത്തെ പഠിച്ചില്ലേ? ഗിൽഹരി എന്താണ്? അണ്ണാനെ ദേഖ് കർ കണ്ടിട്ട്. അമ്മായിയുടെ വീട്ടിലുള്ള മരത്തിൽ അണ്ണാനെ കണ്ടിട്ട് മേനെ കഹ ഞാൻ പറഞ്ഞു. ഒരു കുട്ടിയാണ് ഇവിടെ കേട്ടോ, ഒരു കുട്ടി. ആ കുട്ടി എന്താ പറഞ്ഞത്? നമുക്ക് പിക്ചറിൽ കാണാം കുട്ടീനെ. ഇവിടെ ഒരു കുട്ടിയുണ്ട്, കണ്ടോ? കുട്ടി എന്താ പറഞ്ഞത്? എന്താണ് പറഞ്ഞത് നോക്കാം നമുക്ക്. അണ്ണാനെ മരത്തിൽ കണ്ടിട്ട് കുട്ടി പറയാണ്, ബുവാ അമ്മായി, ആപ്നെ ഗിൽഹരി കഹാംസേ ഗരീദി. അമ്മായി, താങ്കൾ എവിടെ നിന്നാണ് അണ്ണാനെ വാങ്ങിയത്? ഗിൽഹരി അണ്ണാൻ, കഹാംസേ ഇവിടെ നിന്ന്, ഗരീദി വാങ്ങിച്ചു. അമ്മായി, നിങ്ങൾ എവിടെ നിന്നാണ് അണ്ണാനെ വാങ്ങിച്ചത്? നിങ്ങൾ ഈ അണ്ണാനെ എവിടെ നിന്ന് വാങ്ങിച്ചു എന്ന് ചോദിക്കുകയാണ്. ആര്? ഈ കുട്ടി അമ്മായിയോട് ചോദിക്കുന്നു. മേം ബി ലൂങ്ക ഉസേ പാലൂങ്ക. മേം ബി പറഞ്ഞാൽ ഞാനും. ഞാനും വാങ്ങും അല്ലേ? നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യം മറ്റുള്ളവരുടെ കൈ കണ്ടാൽ നിങ്ങൾ എന്താ പറയുക? ഞാനും വാങ്ങും. മേം ബി ലൂങ്ക ഞാനും വാങ്ങും. ഉസേ പാലൂങ്ക അതിനെ വളർത്തും. ഉസേ പാലൂങ്ക വളർത്തും. ഞാനും വാങ്ങും, അതിനെ വളർത്തും എന്ന് ആ കുട്ടി
പറയുകയാണ്. ഇനി നമുക്ക് എന്താണ് ഇനി വീണ്ടും പറയുന്നത് നോക്കാം. കണ്ടോ, ഗിൽഹരി മരത്തിൽ ഇങ്ങനെ ചാടി കളിച്ച് നടക്കണുണ്ടോ? ഇത് കണ്ടിട്ടാണ് ആ കുട്ടി ഇത് എവിടെ നിന്നാണ് വാങ്ങിയത്, എനിക്കും വാങ്ങണം, വളർത്തണം എന്നൊക്കെ പറഞ്ഞത്. ഗിൽഹരിയാണ് ആ മരത്തിലുള്ളത്. ബുവാനെ കഹ, ബുവ എന്താ പറഞ്ഞത്? മേരെ ഘർ മേ പേട് ഹേ. ബുവ എന്താ പറഞ്ഞത്? മേരെ ഘർ മേ പേട് ഹേ, എൻ്റെ വീട്ടിൽ എന്തുണ്ട്? മരം ഉണ്ട്. മരം ഉള്ളത് കൊണ്ടാണ് ഈ ഗിൽഹരിയും ചിടിയ അതങ്ങനെ പക്ഷികളും ചെറിയ ചെറിയ ജീവികളൊക്കെ വരുന്നത് അല്ലേ. അപ്പം എന്താണ് ബുവ പറയാണ്, മേരെ ഘർ മേ പേട് ഹേ, എൻ്റെ വീട്ടിൽ എന്തുണ്ട്? മരണ്ട്. പേട് കെ ഹോനെ സേ ഗിൽഹരി അപ്നെ ആപ്പ് ആ ജാത്തി ഹേ. പേട് കെ ഹോനെ സേ, പേട് മരം ഉള്ളത് കൊണ്ട്, പേട് കെ ഹോനെ സേ മരം ഉള്ളത് കൊണ്ട്, ഗിൽഹരി അപ്പനെ ആപ്പ് ആ ജാത്തി ഹേ. ഗിൽഹരി അപ്പനെ ആപ്പ് പറഞ്ഞ സ്വയം ആ ജാത്തി ഹേ വരും. അവിടേക്ക് എന്ത് ചെയ്യും? ആ മരം ഉള്ളിടത്തേക്ക് അതാരും വിളിക്കേ വാങ്ങി കൊണ്ടുവരെ ഒന്നും ചെയ്യണ്ട, അത് സ്വയം അവിടേക്ക് വരും. അപ്പൊ അങ്ങനെ ബുവാക്കെ ഗർമേ പേടുതാ പേട് പർ ഗിൽഹരി ദേക്കർ മേനെ കഹ, മരത്തില് അണ്ണാനെ കണ്ടിട്ട് കുട്ടി ചോദിച്ചതാണ്. അപ്പൊ എന്താണ് അമ്മായി പറഞ്ഞത്? ആ വീട്ടിൽ മരം ഉള്ളത് കൊണ്ട്, മരത്തിൽ എപ്പോഴും ആര് വരും? ആ ഗിൽഹരി വരും. पेड़ के होने से गिलहरी अपने आप आ जाती है. മരമുള്ളത് കൊണ്ട് ഗിൽഹരി അപ്പനെ ആപ്പ് സ്വയം വന്നു, അവിടേക്ക് എത്തിയതാണ് എന്ന് പറയുന്നു. പേട് പർ ദേക്കോ, പേട് പർ ദേക്കോ, മരത്തിലേക്ക് നോക്കൂ. പേട് പർ ദേക്കോ, ചിടിയാം ബൈട്ടി ഹേ, മരത്തിൽ എന്തൊക്കെയാ ഇരിക്കുന്നത്? ആ പക്ഷികൾ ഇരിക്കുന്നുണ്ടല്ലേ. അതാ പക്ഷികൾ ഇങ്ങനെ മരക്കൊമ്പിലിരിക്കുന്നു. चिड़िया बैठी है. चिड़ियों को मैंने नहीं पाला. ചിടിയോങ്കോ മേനെ നെഹീം പാല, അമ്മായി പറഞ്ഞു കൊടുക്കാണ് കുട്ടിക്ക്. ആ മരത്തിലേക്ക് നോക്കൂ, മരത്തിൽ എന്തൊക്കെയാ ഇരിക്കുന്നത്? ആ പക്ഷികൾ ഇരിക്കുന്നുണ്ട്. ചിടിയോങ്കോ മേനെ നെഹീം പാല, ആ പക്ഷികളെ ഞാൻ വളർത്തുന്നതല്ല. അതിനെ അമ്മായി വളർത്തുന്നതാണോ? അല്ല. പക്ഷേ അമ്മായിയുടെ വീട്ടിൽ നോക്കുമ്പോൾ എന്താണ്? പക്ഷികളുണ്ട്, മരത്തിലുണ്ട്. അവിടെ അമ്മായിയുടെ വീട്ടുമുറ്റത്തൊക്കെ പറന്ന് നടക്കുന്നുണ്ട്. ചിടിയോങ്കോ മേനെ നെഹീം പാല, പക്ഷികളെ ഞാൻ വളർത്തുന്നതല്ല. പേട് കെ ഹോനെ സേ വേ ആ ഗയി. പേട് കെ ഹോനെ സേ മരമുള്ളത് കൊണ്ട്, വേ ആ ഗയി അവർ വരുന്നു. എന്താണ്? മരമുള്ളത് കൊണ്ടാണ് അവരൊക്കെ വരുന്നത്. എന്തൊക്കെ? പക്ഷികളും അണ്ണാനും പിന്നെ അതുപോലെ തന്നെ പല കിളികളൊക്കെ വരുന്നത് എന്താണ്? മരം ഉള്ളത് കൊണ്ടാണ് എന്ന് പറയാണ്. ചിടിയ ആയേഗി, तुम अपने घर में पेड़ उगा लो तो गिलहरी आ जाएगी, चिड़िया आएगी. അമ്മായി പറഞ്ഞു കൊടുത്തത് എന്താണ്? തും അപ്പനെ ഗർമേ, നീ നിന്റെ സ്വന്തം വീട്ടിൽ, നീ നിന്റെ വീട്ടിൽ, പേട് ഉഗാലോത്തോ മരം നട്ടു വളർത്തുകയാണെങ്കിൽ, പേട് ഉഗാലോത്തോ മരം വളർത്തുകയാണെങ്കിൽ, ഗിൽഹരി ആ ജായേഗി ആര് വരും? ഗിൽഹരി വരും. ചിടിയ ആയേഗി പക്ഷികൾ വരും. ആരൊക്കെയാണ് വരിക? പക്ഷികളും അണ്ണാനും ഒക്കെ നീ വീട്ടിൽ മരം ഉണ്ടാക്കിയാൽ ആ മരത്തിലേക്ക് വരും എന്ന് അമ്മായി പറഞ്ഞു. കണ്ടോ, കുട്ടികൾ മരത്തിന് ചുറ്റും ആ മരത്തിന്റെ തണലിൽ സന്തോഷത്തോടെ കളിക്കുന്നു. മരത്തിന് മുകളില് പക്ഷികളിരിക്കുന്നു അല്ലേ. ഇനി ബാക്കി എന്താണ് പറഞ്ഞത് നോക്കാം നമുക്ക്. ബാഹർ ധൂപ് ഹോഗി തോ പേട് കെ നീച്ചെ ഛായ ആ ഛായേക്ക്. ബാഹർ എന്താണിത് വായിക്കുക? ബാഹർ ധൂപ്, ബാഹർ പറഞ്ഞ പുറത്ത് നിങ്ങൾ കളിക്കുന്ന സമയത്ത്, മുറ്റത്ത് പുറത്തൊക്കെ കളിക്കുന്ന സമയത്ത് നല്ല വെയിലുണ്ടായിരിക്കും അല്ലേ. വെയിലാവുമ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ബാഹർ ധൂപ് ഹോഗീത്തോ, പുറത്ത് നല്ല വെയിലാണെങ്കിൽ, ധൂപ് ഹോഗീത്തോ വെയിലാണെങ്കിൽ, പേടുക്കെ നീച്ചേ മരത്തിന് താഴെ നല്ല വലിയ മരമുണ്ടെങ്കിൽ ആ മരത്തിന് താഴെ ഛായ ആ ഛായേഗി എന്താണ് ഉണ്ടാവുക? ഛായ ഉണ്ടാവും. ഛായ പറഞ്ഞാൽ തണലുണ്ടാവും. ഛായ പറഞ്ഞതാണ് തണല്. മരത്തിന് താഴെ തണൽ ഉണ്ടാവും. അപ്പൊ ആ തണൽ എന്ത് ചെയ്യാം? തബ് ഛായാമേ ഗിൽന
ലഗേഗ തബ് അപ്പോൾ ഛായാമേങ്കേൽന പറഞ്ഞാൽ തണലിൽ കളിക്കുക. നല്ല വെയിലാണ്, വെയിലത്ത് കളിക്കാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ലല്ലേ. അപ്പൊ തണലത്ത് കളിക്കുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മരത്തിന് താഴെ തണലിൽ കളിക്കുന്നത് നല്ല രസമായിരിക്കും. ലഗേഗ നല്ല രസമായിരിക്കുമെന്ന് അമ്മായി കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മളോട് എന്താണ് ഇത് ഈ പാഠത്തിലൂടെ പറയുന്നത്? മരങ്ങൾ നട്ട് വളർത്താനാണ് പറയുന്നത്. മരങ്ങൾ നട്ട് വളർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പക്ഷികളും അതുപോലെ തന്നെ അണ്ണാൻ മുതലായ ജീവികളും നിങ്ങളുടെ വീട്ടിലേക്ക് വരികയും നിങ്ങൾക്ക് മരത്തിൻ്റെ തണലിൽ കളിക്കാനും ഒക്കെ സാധിക്കും എന്ന് അമ്മായി ആ കുട്ടിയോട് പറയുന്നു. അപ്പൊ ഇത്രയാണ് നമ്മുടെ കഥയുള്ളത്. എന്താണ് പാഠത്തിന്റെ പേരെന്തായിരുന്നു? പേട് കാ ജാദു, മരത്തിന്റെ മായാജാലം, മരത്തിന്റെ മാജിക്. നമ്മൾ ഈ പാഠം പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും നന്നായിട്ട് പാഠം നന്നായിട്ട് വായിച്ചു നോക്കുക. അക്ഷരം തെറ്റാതെ ചിഹ്നം തെറ്റാതെ ശരിക്കും വായിച്ച് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സ്വയം ഒരു 5 ശബ്ദമെങ്കിലും ഡിക്റ്റേഷനായിട്ട് ചെയ്ത് നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഹിന്ദി വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ മീനിങ് അടങ്ങുന്നതും അതുപോലെ തന്നെ ഇതിലുള്ള ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി എല്ലാത്തിൻ്റെയും വീഡിയോ അടുത്തു തന്നെ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.